നമസ്കാരം. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ദുഃഖത്തിലാണ് ഇന്ത്യ. മതം ചോദിച്ചാണ് തീവ്രവാദികൾ വെടിയുതിർത്തതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞതായി റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഇസ്ലാമിക വാക്യമായ കലിമ ചൊല്ലാൻ ഭീകരർ ആവശ്യപ്പെട്ടുവെന്നും അതിന് സാധിക്കാത്തവരെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും ചിലർ വെളിപ്പെടുത്തി. കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ എത്തിയ അസമിൽ നിന്നുള്ള പ്രൊഫസർ ദേബാശിഷ് ഭട്ടാചാര്യ കലിമ ചൊല്ലിയതിനാലാണ് താൻ രക്ഷപ്പെട്ടതെന്നും വെളിപ്പെടുത്തിയിരുന്നു. കലിമ എന്നത് ഒരു അറബി പദമാണ്. ഇതിനർത്ഥം വാക്ക് അല്ലെങ്കിൽ പ്രസ്താവന എന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുല്ലാഹ്, അതായത് അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവവുമില്ല, മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന വാക്കുകൾ ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾക്ക് പവിത്രമാണ്. കലിമ എന്നറിയപ്പെടുന്ന ഈ വിശ്വാസ പ്രഖ്യാപനം നവജാത ശിശുവിൻ്റെ കാതുകളിൽ മന്ത്രിക്കുകയും 5 പ്രാർത്ഥനകൾക്കിടയിൽ ആവർത്തിക്കുകയും മരണസമയത്ത് ഒരു വിശ്വാസിയുടെ ചുണ്ടുകളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഏകദൈവത്തിലും അവൻ്റെ അന്ത്യദൂതനായ മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണിത്. 6 തരം കലിമകളാണുള്ളത്, ഓരോന്നിനും ഓരോ ലക്ഷ്യം. ഒന്നാം കൽമ ത്വയ്യിബ്, അതായത് പരിശുദ്ധി. കലിമ ത്വയ്യിബ് എന്നറിയപ്പെടുന്നു. ഇത് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിൻ്റെ വിശ്വാസവും പ്രഖ്യാപിക്കുന്നു. ഇത് പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഒരു മുസ്ലിം ഏറ്റുപറയുന്നു. രണ്ടാമത്തെ കലിമ ഷഹാദത്ത്, അതായത് സാക്ഷ്യം. ഇത് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാണ്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിലും മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിലുമുള്ള വിശ്വാസം വീണ്ടും ഊട്ടിയുറപ്പിക്കുന്നതാണിത്. ചിന്തകളിലും ഒരു വ്യക്തി ഇസ്ലാം സ്വീകരിക്കുമ്പോഴും ഇത് ചൊല്ലാറുണ്ട്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് സാക്ഷ്യം വഹിക്കുന്നു. അള്ളാഹുവിന് പങ്കാളിയില്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ മലയാള അർത്ഥം. മൂന്നാമത്തെ കലിമ തംജീദ്, അതായത് സ്തുതി. അള്ളാഹുവിൻ്റെ പൂർണ്ണതയെയും പരമാധികാരത്തെയും മഹത്വത്തെയും സ്തുതിക്കുന്നതാണിത്. ഇത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തോടുള്ള ആഴമായ നന്ദി പ്രകടിപ്പിക്കലും എല്ലാറ്റിനുമുള്ള അള്ളാഹുവിൻ്റെ പരമമായ അധികാരത്തെക്കുറിച്ചുള്ള ഒരു മുസ്ലിമിൻ്റെ അംഗീകാരത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സ്തുതി, എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അള്ളാഹുവിനെ കൂടാതെ ഒരു ശക്തിയും ബലവുമില്ല എന്നാണ് ഇതിൻ്റെ മലയാള വിവർത്തനം. നാലാമത്തെ കലിമ തൗഹീദ്, ഏകത്വമാണ്. ഇത് ഏകത്വത്തെക്കുറിച്ചുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നു. അള്ളാഹുവിന് ഒരു പങ്കാളിയില്ലെന്ന് ഓർമ്മിപ്പിക്കുകയും ഏക ദൈവവിശ്വാസത്തിൻ്റെ കേന്ദ്ര തത്വത്തെ ഊന്നിപ്പറയുകയും ചെയ്യുന്നു. അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, പങ്കാളിയില്ല, അവൻ്റേതാണ് രാജത്വം, എല്ലാ സ്തുതിയും അള്ളാഹുവിന്. അവൻ ഒരാൾക്ക് ജീവൻ നൽകുകയും ജീവൻ എടുക്കുകയും ചെയ്യുന്നു. അവൻ്റെ കൈകളിലാണ് എല്ലാ നന്മയും, എല്ലാത്തിനും മേൽ അവന് അധികാരവുമുണ്ട്. അഞ്ചാമത്തെ കലിമ അസ്തഗ്ഫാർ, അതായത് പശ്ചാത്താപം. ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പ് തേടാനും പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനും മുസ്ലിമുകളോട് അഭ്യർത്ഥിക്കുന്നതാണ് ഈ കലിമ. ഇത് മുസ്ലിമുകളെ വിനയത്തോടെ ആയിരിക്കാനും ദൈവിക കാരുണ്യം തേടാനും പഠിപ്പിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ പരസ്യമായോ രഹസ്യമായോ ഞാൻ ചെയ്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ സ്രഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. എനിക്കറിയാവുന്നതോ അറിയാത്തതോ ആയ എല്ലാ പാപങ്ങൾക്കും ഞാൻ അള്ളാഹുവിനോട് ക്ഷമ ചോദിക്കുന്നു. തീർച്ചയായും നീ മറഞ്ഞിരിക്കുന്നതും മറച്ചുവെക്കുന്നവനുമാണ്, നീയാണ് ഏറ്റവും വലിയവൻ. ഇനി ആറാമത്തെ കൽമ റദ്ദെ കുഫുർ, അവിശ്വാസിയല്ലെന്ന് ഏറ്റുപറയുന്നു. മുസ്ലിമുകൾ ബഹുദൈവത്വത്തെ തള്ളിപ്പറയുകയും അള്ളാഹുവിനോട് കൂറ് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ രൂപമാണിത്. അള്ളാഹുവേ, നിന്നിൽ ഞാൻ അഭയം തേടുന്നു, അറിഞ്ഞുകൊണ്ട് നിന്നിൽ ഞാൻ ആരെയും പങ്കുചേർക്കുകയില്ല. എൻ്റെ അറിവോടെയല്ലാതെ ചെയ്ത പാപങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് പാപമോചനം തേടുന്നു, അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു. അവിശ്വാസം, വിഗ്രഹാരാധന, കളവ്, പരദൂഷണം, അപവാദം, നീചമായ പ്രവൃത്തി, മ്ലേച്ഛത എന്നിവയിൽ നിന്ന് ഞാൻ അകന്നു നിൽക്കുന്നു. ഞാൻ നിന്റെ ഹിതത്തിന് കീഴടങ്ങുന്നു. ഇങ്ങനെ അർത്ഥം വരുന്നതാണ് ഈ പ്രാർത്ഥന. 6 കലിമകൾ ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം, പ്രവാചകന്റെ പ്രാധാന്യം,
പാപമോചനം തേടേണ്ടതിൻ്റെയും പാപത്തിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതിൻ്റെയും ആവശ്യകത എന്നിവയെക്കുറിച്ച് ഇവ മുസ്ലിമുകളെ പഠിപ്പിക്കുന്നു. കലിമ പാരായണം ചെയ്യുന്നത് മുസ്ലിങ്ങളെ ചിന്തിക്കാനും പശ്ചാത്തപിക്കാനും അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. ഈ കലിമ ചോദിച്ചാണ് ഓരോരുത്തരെയുമായി അവിടെ ഇല്ലാതെയാക്കിയത്. ഇതേ പാത പിന്തുടരുന്ന മുസ്ലിമുകൾ. ഇത് എല്ലാ മുസ്ലിമുകളുടെയും കാര്യമല്ല, മനസ്സിൽ വിഷം വഹിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമുകളുടെ കാര്യമാണ്. അവരാണ് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ എത്രയോ മുസ്ലിം സഹോദരന്മാർ നമുക്കിടയിൽ സ്വസ്ഥമായി നമുക്കൊപ്പം കൈകൾ കോർത്ത് ജീവിക്കുന്നു. നന്ദി.